രാവിലെ 6:45 തക്ബീർ ധ്വനികൾ ഈദ്ഗാഹിൽ മുഴങ്ങും. ആ സമയത്ത് തന്നെ എല്ലാവരും സന്നിഹിതരാകണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. 7:30 കൃത്യം നമസ്കാരം ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ സഫുകൾ ശരിയാക്കി 7:30 കൃത്യം നമസ്കാരം തുടങ്ങും. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ ഹാർബറിൽ വെച്ച് പതിവായിട്ട് നടന്നു വരുന്നത്. ഇപ്രാവശ്യം കൂടുതൽ വിപുലമായ സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10,000-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഖത്തീബ് അഷ്റഫ് ചെട്ടിപ്പടിയാണ് KNM ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി. കൃത്യം 7:30 നമ്മൾ ഇപ്രാവശ്യം നമസ്കാരം തുടങ്ങാൻ വെച്ചിട്ടുള്ളത്. 6:45 6:45 തക്ബീർ തുടങ്ങുകയും കറക്റ്റ് 7:30 നമസ്കാരം ആരംഭിക്കുകയും ചെയ്യും. എല്ലാവരും സന്തോഷം പങ്കുവെക്കുന്ന വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് പെരുന്നാൾ ദിവസം. ആ രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊന്നാനിയിലെ എല്ലാവരും ഒത്തുചേർന്ന് നമുക്കും പൊന്നാനിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുന്ന ഒരു സംയുക്ത ഈദ്ഗാഹ് അതിനുവേണ്ടി ആലോചിക്കുകയും 15 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാ വളരെ ഭംഗിയായി ഈ വർഷവും പെരുന്നാൾ ദിവസം നമ്മൾ സംയുക്ത ഈദ്ഗാഹ് നടക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സേവനം നിർവഹിച്ച പൊന്നാനിയിൽ ഒരുപാട് കാലം വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയ ബഹുമാന്യനായ പണ്ഡിതനായ അഷ്റഫ് ചെട്ടിപ്പടി അവറുകളാണ് ഇപ്രാവശ്യം ജുമാക്കും ഖുതുബക്കും നേതൃത്വം നൽകുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകുന്നത്. എല്ലാവരെയും പൊന്നാനിയിലെ എല്ലാ ആളുകളെയും ഈ മഹത്തായ ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയും ഊഷ്മളമായ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും എല്ലാവരെയും ഈദ്ഗാഹിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് പൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.